എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾക്ക് അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി നാളെ അവസാനിക്കും. അതിനുശേഷം 600 രൂപ ഫൈനോട് കൂടി വിദ്യാർത്ഥികൾക്ക് മെയ് 17 തീയതി വരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവസാനമായിട്ട് ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാലിനാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ ഒരു കോപ്പിയും അതുപോലെ ആവശ്യമായിട്ടുള്ള ഫീസും സഹിതമാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ഈ ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ 150 രൂപ പെർ സബ്ജക്റ്റും പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 175 രൂപ പെർ സബ്ജക്റ്റും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് 500 രൂപയുമാണ് ഫീസ് വരിക. ഒരു വിഷയം മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതും റെഗുലർ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക്, ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ടത്. അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ മെമ്മോയുടെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി കയ്യിൽ കരുതുക. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ച മറ്റൊരു കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എപ്പോഴാണ് നടത്തുക എന്നുള്ളത്. പരീക്ഷ നടക്കുന്നത് ജൂൺ 12 തീയതി മുതൽ 20 തീയതി വരെയാണ്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഈ ഒരു ജൂൺ 5 തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷനിൽ കോപ്പിയടിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 112 വിദ്യാർത്ഥികളുടെ റിസൾട്ട് റദ്ദ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ വിഷയങ്ങളുടെയും മാർക്ക് റദ്ദ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥികൾ 6 സബ്ജക്റ്റും സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യം അതത് സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് ഒരുക്കുന്നതിനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു സേ പരീക്ഷയുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു +2 6 വിഷയങ്ങളും ഈ ഒരു സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കേണ്ടതാണ്. കാരണം ഓൾറെഡി അവരുടെ +2 എല്ലാ വിഷയങ്ങളുടെ ആ ഒരു മാർക്കും, അതായത് +2 സബ്ജക്റ്റിൻ്റെ എല്ലാ മാർക്കുകളും റദ്ദ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് റദ്ദ് ചെയ്തതുകൊണ്ട് തന്നെ അവർ ആ ഒരു +2 ആ ഒരു എല്ലാ സബ്ജക്റ്റുകളും അറ്റൻഡ് ചെയ്ത് ജയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ 6 സബ്ജക്റ്റും ജയിക്കാനായിട്ട് ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എത്ര വിഷയമാണോ ഈ ഒരു തുടർ പഠനത്തിനായിട്ട് യോഗ്യത നേടാൻ സാധിക്കാതിരുന്നത് ആ ഒരു എല്ലാ സബ്ജക്റ്റുകളും വിദ്യാർത്ഥികൾ ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ സേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ജയിക്കാതെ ഏതൊരു വിഷയം രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് 2024 മാർച്ചിലെ അല്ലെങ്കിൽ 2023 +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കമ്പാർട്ട്മെൻറ്റലായിട്ട് എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണോ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്, അതായത് മാർച്ചിലെ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു എല്ലാ സബ്ജക്റ്റുകളും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 6 വിഷയങ്ങളും ഈ ഒരു സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. അത് ജയിക്കാതെ 6 വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി നാളെ അവസാനിക്കുന്നതാണ്, അതായത് മെയ് 15 തീയതി അവസാനിക്കുന്നതാണ്. ചില സ്കൂളുകളിൽ നിന്നും ഓൾറെഡി ഈ ഒരു ഫീസൊക്കെ ട്രഷറിയിൽ അടച്ചതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ ഫീസ് ട്രഷറിയിൽ അടക്കേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് സ്കൂളിൽ ഈ ഒരു, അതായത് നിങ്ങൾ ഫീസ്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ആ ഒരു ഫീസ് നിങ്ങൾ സ്കൂളിൽ നിന്ന് അടക്കില്ല എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ നിന്ന് അടക്കില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു ഫീസ് ട്രഷറിയിൽ അടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള ട്രഷറിയിൽ നിങ്ങൾക്ക് പോയിട്ട് ആ ഒരു ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രഷറിയിൽ പോയിട്ട് അടക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമൊന്നുമല്ല. ജസ്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഫീസ് അടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏത് അക്കൗണ്ടിലേക്കാണ് അടക്കേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നാളെ രാവിലെ തന്നെ ഈ ഒരു അപേക്ഷകളൊക്കെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സേ പരീക്ഷ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് ഒരു പരീക്ഷ എന്നുള്ള രീതിയിൽ ജസ്റ്റ് പഠിക്കാതെ തലേ ദിവസം പഠിച്ചിട്ട് പോയിട്ട് എഴുതുന്ന രീതി ഒഴിവാക്കിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മികച്ച സ്കോർ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികളും സേ പരീക്ഷ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒന്നും പഠിക്കാതെ ജസ്റ്റ് അഥവാ എഴുതിയിട്ട് ജയിക്കുന്നുണ്ടെങ്കിൽ ജയിച്ചോട്ടെ എന്നുള്ള രീതിയിൽ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് പാടില്ല. കാരണം ഈ ഒരു സേ പരീക്ഷ നിങ്ങൾ ഫെയിൽഡായി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മാർച്ച് മാസത്തിൽ മാത്രമാണ് പിന്നീട് അടുത്ത പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. കാരണം +1 ഇംപ്രൂവ്മെൻ്റ് അടക്കം മാർച്ച് മാസത്തിലാണ് നിലവിൽ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ തോറ്റിട്ടുണ്ടോ ആ ഒരു വിഷയങ്ങളൊക്കെ ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ ജയിക്കാനായിട്ട് ടോട്ടൽ വേണ്ട മാർക്ക്, അതായത് നിങ്ങൾ ഇപ്പോൾ 60-ൽ നിങ്ങൾക്കൊരു 10 മാർക്ക് ജയിക്കാൻ വേണ്ടു എങ്കിൽ കൂടിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നിങ്ങൾക്കൊരു 10 അല്ല ഒരു 20 മാർക്കാണ് ജയിക്കാൻ വേണ്ടത് എങ്കിൽ കൂടിയും നിങ്ങൾ
ഒരു 40 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഒരു 50 മാർക്കെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് പെർസെൻറ്റേജും അതുപോലെ തന്നെ നന്നായിട്ട് ഈ ഒരു സബ്ജക്റ്റ് പാസ്സാകുന്നതിനും സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫോം പൂരിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയങ്ങളാണ് സ്കീമിൻ്റെ കാര്യം. സ്കീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾഡ് സ്കീമാണോ ന്യൂ സ്കീമാണോ എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങളുടെ ആ ഒരു ഹോൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ എന്നുള്ളത് അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ ന്യൂ സ്കീമാണെങ്കിൽ ന്യൂ സ്കീമെന്നും ഓൾഡ് സ്കീമാണെങ്കിൽ ഓൾഡ് സ്കീമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചോദിച്ചാൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്ത സംശയമായിട്ട് ചോദിച്ച ഒരു കാര്യമായിരുന്നു ഇവിടെ ഈ ഒരു ഇൻ ദ കേസ് ഓഫ് SSC ST OEC OBC സ്റ്റുഡൻസ് സ്റ്റേറ്റ് വെദർ ദെയർ പ്രസൻറ്റ് അപ്പിയറൻസ് ഈസ് ഫസ്റ്റ് ഓർ സെക്കൻഡ്. അതായത് നിങ്ങൾ സേ പരീക്ഷ ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ രണ്ടാമതായിട്ടാണോ എഴുതുന്നത് എന്നാണ്. പ്ലസ് ടു സേ പരീക്ഷ ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ രണ്ടാമതായിട്ടോ എഴുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നത് കറക്റ്റായിട്ട് എഴുതുക. ഫസ്റ്റ് ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇനി സെക്കൻഡ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് കണ്ടിന്യൂസ് പീരിയഡ് ഓഫ് 2 years, അതായത് ഈ ഒരു +1 +2 കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ യെസ് എന്ന് കൊടുത്താൽ മതി, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും മാത്രമേ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അഥവാ നിങ്ങൾ ട്രഷറിയിൽ പോയിട്ട് സ്വന്തമായിട്ടാണ് ഈ ഒരു പൈസ അടക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് ആ ഒരു എക്സാം ഫീ റെമിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു പരീക്ഷ നന്നായിട്ട് പഠിച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് ഒരു തമാശയ്ക്ക് ഈ ഒരു സേ ആണ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് വാരിക്കോരി തരുമെന്ന് കരുതി നിങ്ങൾ പോയിട്ട് എഴുതരുത്. നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.